പദ്ധതിയിൽ മുന്നോട്ട്. LDF സർക്കാർ ഒപ്പിട്ട കരാറിൽ പിന്മാറ്റം സാധ്യമല്ലെന്ന് അടൂർ പ്രകാശ്. കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF യോഗത്തിൽ തീരുമാനം. എന്നാൽ പദ്ധതി ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്നത് UDF സർക്കാർ വിശദമായി പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ വിഷയം പരിശോധിക്കുകയും പദ്ധതി നടപ്പിലാക്കേണ്ട സ്കൂളുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം UDF കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് വാങ്ങിയെടുക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടായത്. ഏതെല്ലാം വിദ്യാലയങ്ങളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നത് UDF തീരുമാനിക്കും. ഇക്കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വന്നതിനു ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയം രൂപപ്പെടുത്താൻ UDF ഉപസമിതിയെ നിയോഗിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം സർക്കാരിനെ അറിയിക്കും. ഇതനുസരിച്ചുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചർച്ച നടത്തി പൂർത്തീകരണമുണ്ടാകും. LDF ഭരിക്കുന്ന ബോർഡുകളിലും കോർപ്പറേഷനുകളിലും വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അവർ സ്വയം രാജിവെക്കണമെന്നും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. അതേസമയം വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന കാര്യത്തിൽ നിർദ്ദേശം സമർപ്പിക്കാനുള്ള ഉപസമിതിക്ക് രൂപം നൽകാനൊരുങ്ങി UDF. രണ്ടാം ഭൂപരിഷ്കരണം, സ്വകാര്യ നിക്ഷേപം എന്നിവയിൽ തീരുമാനമെടുക്കാൻ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലെ വിവാദം തണുപ്പിക്കാൻ നികുതി തീരുമാനിച്ച സാഹചര്യത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന കാര്യം UDF തീരുമാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യ മുന്നണി യോഗത്തിലാണ് ഉപസമിതി രൂപീകരിക്കാമെന്ന നിർദ്ദേശം വച്ചത്. നിലവിൽ ഉപസമിതിയിലെ അംഗങ്ങളെ തീരുമാനിച്ചിട്ടില്ല. ഓണത്തിന് ശേഷം നടത്തുന്ന യോഗത്തിൽ പ്രകടന പത്രിക നടപ്പിലാക്കുന്നതിന് മേഖല തിരിച്ചുള്ള ചർച്ചകളും നടത്തും.